PK ലേണിംഗ്സിൻ്റെ PVQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പല എപ്പിസോഡുകളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇതിലേക്ക് കടക്കുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ 2020 ചോദിച്ചിട്ടുള്ളത് 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിൻ്റെ, അതായത് ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 വിവിധ എക്സാമുകളിൽ, ഓൺലൈൻ ഓഫ്ലൈൻ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്ത്യൻ ജോഗ്രഫി ഇന്ന് നമ്മൾ ബേസിക് ഫാക്ട്സ്, ഫിസിയോഗ്രഫി, നോർത്തേൺ മൗണ്ടൻ റേഞ്ച്, റിവേഴ്സ്, ഇത്രയും ഇതാണ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ഫാക്ട്സ്, ഫിസിയോഗ്രഫി, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, റിവേഴ്സ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ബേസിക് ഫാക്ട്സുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ബേസിക് ഫാക്ട്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ബേസിക് ഫാക്ട്സിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റിൽ കൂടി, എത്ര സംസ്ഥാനങ്ങളിൽ കൂടി എന്താണ് ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഉത്തരായന രേഖ എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഭൂമിയിലെ കടന്നു പോകുന്ന ഇമാജിനറി ലൈൻസ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഒക്കെ നിങ്ങൾക്കറിയാം. അതിൽ തന്നെ ലാറ്റിറ്റ്യൂഡ്സിൽ തന്നെ ഏറ്റവും പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്, ഈ ലാറ്റിറ്റ്യൂഡ്സിൽ തന്നെ ഏറ്റവും വലുതാണ് 0 ഡിഗ്രി. ഈ ഡിഗ്രി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഭൂമിയാണെങ്കിൽ ഈ ഇങ്ങനെ കടന്നു പോകുന്ന ഏറ്റവും വലിയ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഏതെന്ന് പറയുന്നത് ഭൂമധ്യരേഖ, അല്ലെങ്കിൽ ഭൂമധ്യരേഖ, ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മുടെ 23 ഹാഫ് ആൻഡ് 23 ഹാഫ് നോർത്തും 23 ഹാഫ് സൗത്തും, 23 ഹാഫ് നോർത്തും 23 ഹാഫ് സൗത്തും, ഇങ്ങനെ രണ്ട് ഇതുണ്ട്. അങ്ങനെ നോർത്തും സൗത്തും ഉണ്ട്. അപ്പം അങ്ങനെ ഇതിൽ 23 ഹാഫ് നോർത്താണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഉത്തരായന രേഖയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 23.5 എന്ന് പറയുന്നത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോകുന്ന 23 ഹാഫ് നോർത്ത് ആയിട്ടുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ പോകുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഇനി 23 ഹാഫ് സൗത്ത് എന്ന് പറയുന്നതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്, അല്ലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. ഇനി 66.5 നോർത്തും ഉണ്ട്, 66 ഹാഫ് സൗത്തും ഉണ്ട്. 66.5 സൗത്തും 66.5 നോർത്തും. ഇനി 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും. 90 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് പോളും, 90 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത് സൗത്ത് പോളുമാണ്. ഈ 66.5 നോർത്തും 66 സൗത്തും. 66 ആണെങ്കിൽ എന്താണ്, അന്റാർട്ടിക് സർക്കിളാണോ ആർട്ടിക് സർക്കിളാണോ എന്ന് ചിന്തിച്ച് ചോദിക്കുക. അന്റാർട്ടിക് എന്നൊക്കെ പറയുമ്പോൾ അന്റാർട്ടിക് പര്യവേഷണത്തിനായിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ ആർട്ടിക് പോൾ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലും അന്റാർട്ടിക് എന്ന് പറഞ്ഞാൽ സൗത്തിലാണ്. അപ്പോൾ ഇത് ആർട്ടിക് സർക്കിളും ഇത് അന്റാർട്ടിക് സർക്കിളാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഭൂമിയെ, നമ്മുടെ ഇമാജിനറി ആയിട്ടുള്ള ഇത്രയും ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള നമ്മുടെ 23.5 നോർത്ത് ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന എത്ര സംസ്ഥാനം? ആൻസർ സി ആണ്, ഓപ്ഷൻ സി. 8 സംസ്ഥാനങ്ങളാണ് വരുന്നത്. ആൻസർ സി, 8 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ 8 സംസ്ഥാനങ്ങൾ ഏതെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. മുന്നേയുള്ള എക്സാമുകളിലൊക്കെ ഇത് ഇഷ്ടമാതിരി ചോദിച്ചിട്ടുണ്ട്. എത്ര സംസ്ഥാനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങൾ ഏതാണ് എന്നുള്ള, അല്ലെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുള്ളതും നോക്കി വെച്ചിരിക്കുക. ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 നോർത്ത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അങ്ങനെ 8 സംസ്ഥാനങ്ങളാണ്. നമ്മുടെ ഈ ഒരു മാപ്പ് നോക്കിക്കേ. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ 8 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഏത് കടന്നു പോകുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം. ശ്രദ്ധിക്കുക, കര അതിർത്തി, ലാൻഡ് ബൗണ്ടറി, കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏതെന്നാണ്? പങ്കിടാത്ത രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. അപ്പോൾ
നമുക്കറിയാം പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കര അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സാം എളുപ്പത്തിന് കണ്ടെത്താം അല്ലേ, നമ്മുടെ ശ്രീലങ്ക അല്ലേ, ഇന്ത്യയുടെ നമ്മുടെ എന്താണ് ഇന്ത്യയുടെ ഒരു കണ്ണുനീർ തുള്ളി പോലെ നമ്മുടെ കിടക്കുന്ന ഒരു ഐലൻഡാണ് ഏതെന്ന് പറയുന്നത്, ഏതാണ് നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പം ശ്രീലങ്ക, ഓപ്ഷൻ എ ശ്രീലങ്ക. ഓപ്ഷൻ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നോക്കി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കര അതിർത്തി പങ്കിടാത്തതും കിട്ടുമല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ കര അതിർത്തി പങ്കിടുന്നു പങ്കിടാത്തതെന്ന് നോക്കാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇത്രയുമാണ് എന്ത് കര അതിർത്തി പങ്കിടുന്നത്. ഇനി ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നതുണ്ട്. സമുദ്ര അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയും മാലദ്വീപുമാണ്. ഇതാണ് ശ്രീലങ്കയും മാലദ്വീപുമാണ് താഴെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളല്ലേ, ശ്രീലങ്കയും മാലദ്വീപും. ഇനി ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന ആ ഒരു കടലിടുക്ക്, അതാണ് പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ തമ്മിലുള്ള കടലിടുക്ക്, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക്, പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ഇതെല്ലാം ഉണ്ട്. ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കര അതിർത്തിയായിട്ട് അല്ലെ, കര അതിർത്തി അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ ഇത്രയും പങ്കുവയ്ക്കുന്നുണ്ട്, പാകിസ്ഥാനായിട്ട് ഇത്രയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കര അതിർത്തി ഇവരുമായിട്ടെല്ലാം പങ്കുവയ്ക്കുന്നത്. കര അതിർത്തിയായിട്ട് ആരിലൂടെ പങ്കുവയ്ക്കുന്നില്ല, അതാ ശ്രീലങ്കയിലെ പിന്നെ അതുപോലെ തന്നെ മാലദ്വീപിനെയും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കര അതിർത്തിയല്ല, സമുദ്ര അതിർത്തിയാണല്ലേ, സമുദ്രത്തിൻ്റെ അതിർത്തിയാണിത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതായിരുന്നു ആൻസർ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏതൊക്കെ പങ്കുവയ്ക്കുന്നു, ഏതൊക്കെ കരാതിർത്തി പങ്കുവയ്ക്കുന്നു, കരാതിർത്തി പങ്കിടാത്തത് ഏതാ, സമുദ്രാതിർത്തി ഏതുമായിട്ടെന്നൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിന് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ടൈം. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ മെറിഡിയൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ലോഞ്ചിറ്റ്യൂഡ്സിനെയാണ് നമ്മൾ മെറിഡിയൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഓരോ രാജ്യങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ നമ്മൾ എടുക്കും. ടൈം കാൽക്കുലേഷൻ, സമയം കണ്ടെത്തുന്നതിനായിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു എന്താണ് പ്രൈം മെറിഡിയൻ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡാണ് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൽ നിന്നും എത്രത്തോളം ദൂരം വരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നത് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡ്സിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട്, അതായത് പ്രൈം മെറിഡിയൻ ഇങ്ങോട്ടുള്ളത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറും ഇങ്ങോട്ടുള്ളത് വെസ്റ്റേൺ ഹെമിസ്ഫിയറുമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഇത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത്. അപ്പോൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഇതിൽ തന്നെ ഈസ്റ്റ് എന്നുള്ളതാണ് എല്ലാം ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എന്താണ് ഒരു പോയിന്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം അങ്ങനെ ഈസ്റ്റ് ഒന്ന് തന്നെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എലിമിനേഷൻ ടെക്നിക്സിൽ പറ്റും. പക്ഷേ ഇതെല്ലാം ഈസ്റ്റ് തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ സി, സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഫോർ ഇന്ത്യ യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്. 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ 82.5 ഈസ്റ്റ്, വെസ്റ്റ്, അതുപോലെ നോർത്ത്, സൗത്ത് ഇതുപോലുള്ളതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്കത് ഈസ്റ്റ് ആണോ, നമ്മൾ കിടക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റിലോട്ടാണോ, നമ്മൾ കിടക്കുന്ന ലാറ്റിറ്റ്യൂഡ് നോർത്തിലോട്ടാണോ സൗത്തിലോട്ടാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ട് കിട്ടും. ഇതല്ലോ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എവിടെ നിന്നാണെന്നറിയാമോ, ഉത്തർപ്രദേശിലെ മിർസാപൂർ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം അല്ലെ, ഇന്ത്യയുടെ മാനകരേഖാംശം എന്നൊക്കെ പറയും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബേസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ മിർസാപൂരിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. 82.5 ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം കടന്നു പോകുന്നത്. അതായത് പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കിക്കേ, ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒറീസയുണ്ട് കേട്ടോ. പ്രദേശങ്ങൾ ഇതൊക്കെയാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, പിന്നെ എന്താണ് ഛത്തീസ്ഗഡ്, ഒറീസ, ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണിത് 82.5 ഈസ്റ്റ് അല്ലേ, 82.5 ഈസ്റ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട. ഇനി അടുത്ത് നമ്മൾ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ 4ലേക്ക് കടക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി ഫിസിയോഗ്രഫി വിഭാഗം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി വിഭാഗം വെച്ചിട്ട് നമുക്ക് നോർത്തേൺ മൗണ്ടൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലെയിൻസ് ഉണ്ട്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നതാണ്
പ്ലേറ്റ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കോസ്റ്റൽ ലൈൻസ് ഉണ്ട്, ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഈ ഒരു നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഇന്ത്യയുടെ പല നദികളും, അല്ലെങ്കിൽ പല നദികൾ മീൻസ് ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, നമുക്ക് പെൻസുലാർ റിവേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഹിമാലയൻ റിവേഴ്സ് ഒഴുകി വന്നിട്ട് ഇത്രയും വലിയ ശക്തിയായിട്ട് ഒഴുകുന്ന റിവേഴ്സ് ഒരുപാട് സെഡിമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് പ്ലെയിൻസിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ നല്ലൊരു സമതല പ്രദേശം, പിന്നെ അതുപോലെ തന്നെ ഒരു സെഡിമെൻറ്റ്സ്, അതായത് നമ്മുടെ ഈ ഒരു നദികൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. അപ്പോൾ ഇവിടെ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, നല്ല കൾട്ടിവേഷൻ നടക്കാറുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ, ജനവാസ മേഖല, ജനങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഇപ്പോൾ മൗണ്ടൻ റീജിയൻ, അതായത് നോർത്തേൺ മൗണ്ടൻ റീജിയനെ അപേക്ഷിച്ച് താമസിക്കാനാണെങ്കിലും ബാക്കി എന്ത് സൗകര്യം, കൃഷിക്കാണെങ്കിലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുര, ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ നടക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ എന്തെന്ന് പറയും, ഇന്ത്യയുടെ ധാന്യപുര. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഉത്തര മഹാസമതലം, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി തീരസമതലം, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖലയാണ്. അപ്പോൾ നമ്മുടെ ഉത്തര മഹാസമതലമാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്, നോർത്തേൺ പ്ലെയിൻസ്, ഉത്തര മഹാസമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് ഈ പ്രദേശത്തെ എന്താക്കുന്നു, ഫലഭൂഷ്ടമാക്കുന്നു, ഫെർട്ടൈലാക്കുന്നു. സമതലമായ ഭൂപ്രകൃതി, സമൃദ്ധമായ ജലസ്രോതസ്സുകൾ, ഇത്രയും റിവേഴ്സ്, വലിയ റിവേഴ്സുകളാണ്, അനുയോജ്യമായ കാലാവസ്ഥ എന്നിവ കാരണം ഗോതമ്പ്, അരി തുടങ്ങിയ പ്രധാന ധാന്യങ്ങളുടെ വൻതോതിലുള്ള കൃഷിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഈ ഉത്തര മഹാസമതലം, നോർത്തേൺ പ്ലെയിൻസ് നമ്മുടെ എന്തെന്നാണ് അറിയപ്പെടുന്നത്, ധാന്യപുര, ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് അറിയപ്പെടുന്നത്. നോക്കിക്കേ, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, നോക്കിക്കേ കിഴക്കൻ തീരസമതലം, ഇങ്ങനെയാണ് നമ്മുടെ ഫിസിയോഗ്രഫി വന്നിരിക്കുന്നത്. ഐലൻഡ്സ്, ദ്വീപസമൂഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഉത്തര മഹാസമതലത്തിനെയാണ് നമ്മൾ ധാന്യപുര, ഏറ്റവും കൂടുതൽ കൾട്ടിവേഷനൊക്കെ നല്ല ഫെർട്ടൈലായിട്ടുള്ള സോയിൽ. കാര്യം ഈ ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് വരുന്ന റിവേഴ്സ് എല്ലാം കൊണ്ടുവയ്ക്കുന്ന സെഡിമെൻറ്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്, ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൽ ഉള്ള ക്വസ്റ്റ്യൻ നമ്പർ 5, വെയർ ഈസ് ദ ചെറാപുഞ്ചി സ്ക്രാപ്പ് ലൊക്കേറ്റഡ്. ചെറാപുഞ്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചെറാപുഞ്ചി മൗസിൻഡ്രോം എന്നൊക്കെ അറിയപ്പെടുന്നത് അറിയപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ എന്നുള്ള രീതിയിലാണല്ലേ ചെറാപുഞ്ചി മൗസിൻഡ്രോം ഒക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചെറാപുഞ്ചി എന്ന് പറയുന്ന സ്ക്രാപ്പ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ജൈന്തിയ ഹിൽസ്, ഓപ്ഷൻ ബി ഖാരോ ഹിൽസ്, ഓപ്ഷൻ സി ഖാസി ഹിൽസ്, ഓപ്ഷൻ ഡി നാഗ ഹിൽസ് എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ ഇത്രയാണുള്ളത്. KS 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 2020 KS ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ചിറാപുഞ്ചി സ്കാർപ്പ്? ചിറാപുഞ്ചി സ്കാർപ്പ് ഇസ് എ സ്റ്റീപ്പ് എസ്കാർപ്മെൻറ്റ് സിറ്റുവേറ്റഡ് ഓൺ ദ സദേൺ എഡ്ജ് ഓഫ് ദ ഖാസി ഹിലിൻ്റെ മേഘാലയ പ്ലേറ്റ്. അപ്പോൾ മേഘാലയയിലാണ് ഇത് സ്ഥലം എന്ന് നമുക്കറിയാം, മൗസിൻഡ്രോം, ചിറാപുഞ്ചിയൊക്കെ. അപ്പോൾ മേഘാലയ പ്ലേറ്റിയുടെ സദേൺ എഡ്ജിലുള്ള ഖാസി ഹിൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ചിറാപുഞ്ചി സ്കാർപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൺസൂൺ വിൻഡ് തന്നെ പല ബ്രാഞ്ച്, അറേബ്യൻ ബ്രാഞ്ചും ഉണ്ട്, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും ഉണ്ട്. അതിൽ നിന്നുള്ള മോയ്സ്ചർ ലേഡൻ ആയിട്ടുള്ള മൺസൂൺ വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ബേ ഓഫ് ബംഗാളിൽ നിന്നും നമ്മുടെ ഈ സ്കാർപ്പിൽ അടിക്കുന്നുണ്ട്. അപ്പം ഈ കാസിങ് വെരി ഹെവി ഓറോഗ്രാഫിക് റെയിൻഫോൾ വിച്ച് മേക്സ് ചെറാപുഞ്ചി വൺ ഓഫ് ദ വെറ്റസ്റ്റ് പ്ലേസ് ഇൻ ദ എർത്ത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ എന്താണ് ശിലാവൃഷ്ടി, അതായത് ഓറോഗ്രാഫിക് റെയിൻഫോളുകൾ സംഭവിക്കുന്നുണ്ട്. ആ ഹില്ലുകൾ ചെന്ന് തട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അത് ഈ മോയ്സ്ചർ ലേഡൻ ആയിട്ടുള്ള വിൻഡ് ചെന്ന് അടിക്കുമ്പോൾ അത് പിന്നെ എന്താണ് മഴയായിട്ട് അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് എർത്തിൽ തന്നെ വെറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ ജൈന്തിയ ഹിൽസ് എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഈസ്റ്റ് ഓഫ് ദ ഖാസി ഹില്ലിൻ്റെ ഈസ്റ്റിലായിട്ട് വരുന്നതാണ് ഇത് ജൈന്തിയ ഹിൽസ് എന്ന് പറയുന്നത്. എന്നാൽ മേഘാലയ പ്ലേറ്റിൻ്റെ വെസ്റ്റിലോട്ട് വരുന്നതാണ് ഖാരോ ഹിൽസ് എന്ന് പറയുന്നത്. ഇനി നാഗ ഹിൽസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പൂർവാഞ്ചൽ റേഞ്ച് ഫോർ ഈസ്റ്റ് ഓഫ് ദ മേഘാലയ. മേഘാലയയുടെ ഈസ്റ്റിൽ പൂർവാഞ്ചൽ റേഞ്ചിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഏത് വരുന്നത്, നാഗ ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ സി ഖാസി ഹിൽസ് ആണ്. ഖാസി എനിക്ക് തോന്നുന്നു ഹിന്ദിയിലൊക്കെ നമ്മൾ ഖാസി ഇങ്ങനെ ജലദോഷത്തിനൊക്കെ അങ്ങനെ ചുമയ്ക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മഴയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതൊക്കെ വരുമല്ലോ, ജലദോഷവും ചുമ, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഖാസി ഹിൽസിലാണ് ഏതെന്ന് പറയുന്നത്, ചിറാപുഞ്ചി, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചിയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനും. നോക്കിക്കേ, ഈ ഒരു ഹിൽസ്, അതായത് ഈ ഖാസിയിലാണ് ചിറാപുഞ്ചി ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ജൈന്തിയ ഹിൽസ് ഒക്കെ കണ്ടു, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, ഇതൊക്കെ ആ ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഖാസി ഹിൽസാണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. റിവേഴ്സിൽ തന്നെ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. ചിത്രാകൂട്ട്, അതായത് വാട്ടർഫോളുകളും ഏത് റിവേഴ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, തന്നിരിക്കുന്നതിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് കൊടുക്കുന്നത് ഈ റിവറിൽ തന്നെയാണോ, ഈ വാട്ടർഫോൾ കറക്റ്റ് ആണോ മാച്ച് ആയിരിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ചിത്രാകൂട്ട് ഇന്ദ്രാവതി റിവറിലാണ്, ശരിയാണ്. ദൂദ് സാഗർ സുവാരി, ജോഗ് ശരാവതി, അതിരപ്പള്ളി ചാലക്കുടി. ഇതെന്ന് പറയുന്നത് KS ഓഫീസറിൽ ചോദിച്ചതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1, 3 and 4. 1, 3 and 4. അപ്പോൾ ദൂദ് സാഗർ, അതായത് നമുക്ക് അതിരപ്പള്ളി അറിയാം, നമ്മുടെ ചാലക്കുടി റിവറിലാണെന്ന് നമുക്കറിയാം, ചിത്രാകൂട്ടും അറിയാം അല്ലെ, ജോഗും ശരാവതി റിവറിലാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇതിൽ ദൂദ് സാഗർ എന്ന് പറയുന്നത് ഏത് ഇതിലാണ്? ദൂദ് സാഗർ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്, ദൂദ് സാഗർ ഫാൾസ് എന്ന് പറയുന്നത് മണ്ടോവി റിവറിലാണ്, ഗോവയിലുള്ള മണ്ടോവി റിവറിലാണ്. ഇത് സുവാരിയിലല്ല. മണ്ടോവി സുവാരി നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരുകളാണ്, പക്ഷേ എങ്കിലും അത് സുവാരിയിലല്ല, മണ്ടോവിയിലാണ് ഏത് വരുന്നത്? ദൂദ് സാഗർ എന്ന് പറയുന്നത്. ചിത്രാകൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇന്ദ്രാവതിയിൽ തന്നെയാണ്. ജോഗ് അല്ലെങ്കിൽ ജെർസപ്പോ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് കർണാടകത്തിലെ ശരാവതി റിവറിലാണ്, ശരാവതി നദിയിലാണ് കാണപ്പെടുന്നത്. അതിരപ്പള്ളി നമുക്കറിയാം കേരളത്തിലുള്ള ചാലക്കുടി റിവറിലാണ് കാണപ്പെടുന്നത്. നോക്കിക്കേ, ദൂദ്സാഗർ വാട്ടർഫാൾസ്. അപ്പോൾ ദൂദ്സാഗർ എന്ന് പറയുന്നത് മണ്ടോവിയിലാണ്. അപ്പോൾ ഗോവയിലേക്കൊക്കെ പോകുന്ന ഒരു ട്രെയിനിൽ പോകുന്നവർക്കൊക്കെ കാണാവുന്നല്ലേ. അപ്പോൾ ദൂദ് സാഗർ ഈ പിക്ചർ നോക്കുക. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നാണ്. ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ നദികളെ സംബന്ധിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉത്തരപർവ്വത മേഖല അല്ലെ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ റിവേഴ്സും ഉണ്ട്. പെൻസുലാ പ്ലേറ്റിൽ നിന്ന് വരുന്നത് എന്തുണ്ട്? ഉപദ്വീപ്യ നദികളുണ്ട്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, ഉപദ്വീപ്യ നദികളും നമുക്കുണ്ട്. അപ്പോൾ ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ചോദിക്കുവാണെങ്കിൽ അല്ലെ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നുള്ളതല്ല, ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഗോദാവരിയാണ്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഗംഗ, സിന്ധു, ഗോദാവരി, കാവേരിയാണ് അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഗോദാവരിയാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോദാവരി നമുക്ക് നോക്കാം. ഉപദ്വീപ്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഇന്ത്യയിലെ രണ്ടാമത്തെ നീളമേറിയ നദിയുമാണ് ഏതെന്ന് പറയുന്നത്? ഗോദാവരി എന്ന് പറയുന്നത്. അപ്പം ഏത് സംസ്ഥാനത്തു നിന്നാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതാണ് ഗോദാവരി എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വറിലാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. 1465 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 910 മൈൽ, 1465 കിലോമീറ്റർ. ഇനി ദക്ഷിണ ഗംഗ എന്നും വൃദ്ധഗംഗ എന്നും ഒക്കെ അറിയപ്പെടുന്നത്, ദക്ഷിണ ഗംഗയെന്നും വൃദ്ധഗംഗ എന്നൊക്കെ ഗോദാവരിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ദക്ഷിണ ഗംഗ എന്ന് NCERTയിൽ അത് കറക്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി ഇതിൽ തന്നെ നദീതടം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, കർണാടക, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന് തന്നെ പ്രധാനമായിട്ടുള്ള പോഷക നദികൾ, ഇതിൻ്റെ പ്രധാന ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നതാണ് മഞ്ചീര, പ്രാണഹിത, ഇന്ദ്രാവതി, ശബരി, വർധ, വൈൻഗംഗ. ഇതൊക്കെ ഇതിൻ്റെ എന്താണ്? പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇനി ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ നദികളെ നമുക്ക് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്ന് പറയാം. ഹിമാലയൻ നദികൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലെ. ഇനി ഉപദ്വീപ്യ നദികളാണെങ്കിലോ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, നർമ്മദ, താപ്തിയൊക്കെ നമുക്ക് ഏതിൽ വരുന്നതാണ്? ഉപദ്വീപ്യ നദികളിൽ വരുന്നത്. ഹിമാലയൻ റിവേഴ്സ് അല്ല, ഉപദ്വീപ്യ നദികൾ അതിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിവർ തുംഗഭദ്ര ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ്. അപ്പോൾ റിവേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു ഏരിയാസ് ആണ് അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതാണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടറീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. ഇതുപോലെ മാച്ച് ദ ഫോളോയിങ്ങിലും താഴത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏതല്ല, അതിൽ പെടാത്തത് ഏത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ റിവേഴ്സും പഠിക്കുമ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കി വെക്കേണ്ടതാണ്. ഇതിൽ തുംഗഭദ്രയുടെ ട്രിബ്യൂട്ടറി
ട്രിബ്യൂട്ടറി ഈസ് ദ റിവർ തുംഗഭദ്ര എന്ന് പറയുന്നത് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഏതിൻ്റെയാണ് എന്നുള്ളത്. അതായത് തുംഗഭദ്ര താഴെ കൊടുത്തിരിക്കുന്ന റിവേഴ്സിൻ്റെ ഏതിൻ്റെയാണെന്നുള്ളത്. ഓപ്ഷൻ എ കാവേരി, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി നർമ്മദ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലരൊക്കെ ഇങ്ങനെ അല്ലെ കോഡ് പോലെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൃഷ്ണ തുമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. കൃഷ്ണ തുംപിക്കോ എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ തുംഗഭദ്ര, ഭീമ, കൊയ്ന ഈ ഒരു 3 എണ്ണം കിട്ടും. അപ്പോൾ ഇതിൽ തുംഗഭദ്ര എന്ന് പറയുന്നത് ഏതാണ്? കൃഷ്ണ തുമ്പിക്കോ ആണെങ്കിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള കൃഷ്ണയാണ്. അപ്പോൾ ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. തുംഗഭദ്ര എന്ന് പറയുന്നത് ഇസ് ഫോംഡ് ബൈ ദ കോൺഫ്ലുവൻസ് തുംഗ ആൻഡ് ഭദ്ര റിവേഴ്സ്. അതായത് കർണാടകത്തിലുള്ള തുംഗ ഭദ്ര റിവേഴ്സ്, തുംഗയും ഭദ്ര റിവേഴ്സും കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്. ഇത് എങ്ങോട്ടേക്ക് പോകുവാണ്? ഈസ്റ്റ് വാർഡ് പോയിട്ട് അത് ജോയിൻ ചെയ്തിരിക്കുന്നത് കൃഷ്ണ റിവർ ഇൻ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ കൃഷ്ണ റിവറിനെ പരിപോഷിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണ റിവറിൻ്റെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ഈ തുംഗഭദ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൃഷ്ണ നദി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗഡ്സിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ നിന്നാണ്. കൃഷ്ണൻ ബഹലനാണ്. അപ്പോൾ മഹാബലേശ്വറിൽ നിന്നാണ് ഏത് ഉത്ഭവിച്ചിരിക്കുന്നത്? നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നാണ് ആര് ഉത്ഭവിച്ചിരിക്കുന്നത്? കൃഷ്ണ റിവർ ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ തുമ്പിഗോ, അതായത് തുംഗഭദ്ര, ഭീമ, കൊയ്ന അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഘാട്ടപ്രഭ, മാലപ്രഭ, ദിണ്ടി, മ്യൂസി ഒക്കെ ഏതിൽ വരുന്നുണ്ട്? നമ്മുടെ കൃഷ്ണ റിവറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിലുള്ളത്. അതിന് ബാക്കിയുള്ള ഓപ്ഷൻസിലുള്ളത് ഗോദാവരി ഏതെന്താണെന്ന് നോക്കാം. ഗോദാവരി ത്രയംബകേശ്വർ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, വെസ്റ്റേൺ ഗഡ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗോദാവരി പറഞ്ഞു, മഹാരാഷ്ട്രയിൽ അവിടെ വെസ്റ്റേൺ ഗഡ്സിൽ നിന്ന് കൃഷ്ണ പറഞ്ഞു കേട്ടോ. അപ്പോൾ മഹാരാഷ്ട്ര ഓർമ്മിച്ച് വെച്ചിരിക്കുക, കൃഷ്ണയും ഗോദാവരിയൊക്കെ അവിടെ നിന്നാണ്. അപ്പോൾ കൃഷ്ണനാണെങ്കിൽ മഹാബലേശ്വർ ആണെങ്കിൽ, ഇത് ഗോദാവരി ആണെങ്കിൽ ത്രയംബകേശ്വറാണ്. അല്ലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ നദിയാണ്. 1465 കിലോമീറ്ററാണ് നമ്മൾ കുറച്ച് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ നോക്കിയതാണ്. ഇനി നോക്കിക്കേ, ഇതിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് പൂർണ്ണയുണ്ട്, പ്രവരയുണ്ട്, മഞ്ചീരയുണ്ട്, വാർധ, ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, പ്രാൺഹിത. ഇതൊക്കെ ഏതിൻ്റെയാണ്? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി കാവേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതും വെസ്റ്റേൺ ഗഡ്സിൽ കർണാടകത്തിൽ നിന്നും തലക്കാവേരി കൊടക് നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നതാണ് ഹേമവതി, ശിംഷ, അർക്കാവതി, കബനി, ഭവാനി, അമരാവതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക, കാവേരിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി നർമ്മദ ഒറിജിനേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലെ അമർകണ്ടക് പ്ലേറ്റ്യൂവിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഹിരൺ, തവ, ബെഞ്ചാർ, ബർണർ എന്നൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ പ്രധാന ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ട്രിബ്യൂട്ടറീസ് എല്ലാം നന്നായിട്ട് ഒരു 2-3 വട്ടം നോക്കി വെച്ചിരിക്കുക. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസൊക്കെ മറന്നു പോകരുത്, ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത ചോദിക്കാൻ പോകുന്നതാണ് ഒഴുകാത്ത നദി, അതിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ നദികളിൽ ഈ രണ്ടും ഹിമാലയൻ റിവേഴ്സും അതുപോലെ ഉപദ്വീപീയ നദികളും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. ഇത് 2020 LP സ്കൂൾ ടീച്ചറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിക്കേ, പെരിയാർ, യമുന, കാവേരി, മഹാനദി. നമ്മൾ നേരത്തെ പെൻസിലാർ റിവേഴ്സിലൊക്കെ കാവേരി, മഹാനദി, പെരിയാറും നമുക്കറിയാം, കേരളത്തിലൂടെ ഒന്ന് പെരിയാർ. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതായിരിക്കും? യമുന. ഓപ്ഷൻ ബി യമുന. യമുന എന്ന് പറയുന്നത് ഹിമാലയൻ നദികളിൽ, അതായത് ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാണ്. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാണ് യമുന എന്ന് പറഞ്ഞത്. അത് ഹിമാലയൻ റിവേഴ്സിൻ്റെ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നതാണ്. അത് പെൻസിലാർ റിവേഴ്സിലല്ല, ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളിൽ പെടുന്നതല്ല. അപ്പോൾ പെരിയാർ, കാവേരി, മഹാനദി ഇവയ്ക്ക് എന്താണ്? നമ്മുടെ ഉപദ്വീപീയ നദികളിൽ പെടുന്നതാണ്. അപ്പോൾ പെടാത്തത് ഏതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി യമുനയാണ് അതിൽ പെടാത്തത്. അപ്പോൾ നോക്കിക്കേ, ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു ഉണ്ട്, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്. നോക്കിക്കേ, ഇതെല്ലാം നമ്മുടെ ഹിമാലയൻ റിവേഴ്സ്. ഇനി നമ്മുടെ പെൻസിലാർ ഏരിയയിൽ വരുന്നതാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദയും. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഉപദ്വീപ പെൻസിലാർ റിവേഴ്സിൻ്റെ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ
അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഗിവൻ ബിലോ ആർ കറക്റ്റ്ലി മാച്ച്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഗിവൻ ബിലോ ആർ കറക്റ്റ്ലി, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ റിവർ, അതായത് റിവറും അതിൻ്റെ ഒറിജിനുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സ്പ്ലനേഷനിലൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഓരോ റിവേഴ്സിൻ്റെയും ഒറിജിൻ എവിടെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ ഗോദാവരി എന്ന് പറയുന്നത് ത്രയംബകേശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഗോദാവരി, ത്രയംബകേശ്വർ, കൃഷ്ണനാണെങ്കിൽ മഹാബലേശ്വരം ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് ശരിയാണ് എന്നറിയില്ല. രണ്ടാമത്തെ ഇത് ശരിയാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, എലിമിനേറ്റ് കളയാം എന്ന് പറയുന്നത് ഉണ്ട്. ഇനി നമുക്ക് നോക്കിക്കേ, ബിയാസ് എന്ന് പറയുന്നത് ബിയാസ് കുണ്ടിൽ നിന്ന് തന്നെയാണ് അല്ലേ. ബിയാസ് എന്ന് പറയുന്നത് ബിയാസ് കുണ്ടിൽ നിന്നാണ്, അത് ശരിയാണ്. അപ്പോൾ 5 ഇതിലൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. ഓപ്ഷൻ എയിൽ ഇപ്പോൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആൻസർ അല്ലാതെ എലിമിനേഷനിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. എങ്കിലും നമുക്ക് നോക്കാം അല്ലേ. അതായത് 1, 2, 5 1, 2, 5 കറക്റ്റാണോ എന്നാണ് നോക്കാനുള്ളത്. 1 എന്ന് പറയുന്നത് നർമ്മദ, അമർകണ്ടക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അമർകണ്ടക്ക്, നർമ്മദ. ഓക്കെ. ഗോദാവരി, ത്രയംബകേശ്വർ ശരിയാണ്. ബിയാസ് കൊണ്ടും ശരിയാണ്. ഇനി ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. സത്ലജ്, വെരിനാഗ് സ്പ്രിങ്, ചെലം, രക്ഷാസ്ഥൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാസ്ഥലം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി എന്ത് പറ്റിയെന്ന് അറിയാമോ, തിരിഞ്ഞുപോയി. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോയി. അതായത് സത്ലജ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് രാക്ഷസസ്ഥൽ, അതായത് രക്ഷാസ്ഥൽ എന്നൊക്കെയാണ്. രാക്ഷസ്ഥൽ എന്നുള്ളതാണ് അതായത് മൗണ്ട് കൈലാഷ്, ടിബറ്റിൻ്റെ മൗണ്ട് കൈലാഷിലുള്ള നിയർ മൗണ്ട് കൈലാഷ്, ടിബറ്റിലെ മൗണ്ട് കൈലാഷിനടുത്തുള്ള രക്ഷാസ്ഥൽ എന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്, സത്ലജ്. അപ്പോൾ 1, 2, 5 കറക്റ്റാണ്. 3, 4 തെറ്റിയിരിക്കുന്നത്, തിരിഞ്ഞു പോയതാണ്. സത്ലജ് രക്ഷാസ്ഥൽ എന്നും ചെലം എന്ന് പറയുന്നത് എവിടെയാണ്, ജമ്മു കാശ്മീരിൽ വെരിനാഗ് സ്പ്രിംഗിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്, ജലം ഉത്ഭവിക്കുന്നത്. അപ്പം കറക്റ്റ് പേഴ്സ് 1, 2 and 5 ആണ്. നർമ്മദ റിവർ ഒറിജിനേറ്റഡ് ഫ്രം ദ അമർകണ്ടക് പ്ലേറ്റ്യൂ, മധ്യപ്രദേശിലെ അമർകണ്ടക് പ്ലേറ്റിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്, നർമ്മദ റിവർ ഉത്ഭവിക്കുന്നത്. ഗോദാവരി ആണെങ്കിലോ ത്രയംബകേശ്വർ, അതായത് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ എന്നാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഏത്, കൃഷ്ണൻ മഹാബലനാണെന്നൊക്കെ പറഞ്ഞില്ലയോ. കൃഷ്ണ റിവർ ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിൽ നിന്നാണ്. ഇതാണെങ്കിൽ ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. സത്ലജ് നമ്മൾ പറഞ്ഞു, രക്ഷാസ്ഥൽ എന്ന് പറഞ്ഞു. അടുത്ത ജലമാണെങ്കിൽ വെരിനാഗ് ഗ്ലേസിയർ പറഞ്ഞു. ബിയാസ് എന്ന് പറയുന്നത് ബിയാസ് കുണ്ട്, അതായത് റോഹ്താങ് പാസ്, ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് പാസിനടുത്തുള്ള അവിടെ ദ ബിയാസ് റിവർ ഒറിജിനേറ്റ് ഫ്രം ദ ബിയാസ് കുണ്ട് നിയർ ദ റോഹ്താങ് പാസ്, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിൽ ആൻസർ കിട്ടുമെങ്കിൽ എല്ലാത്തിൻ്റെയും ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണ് അല്ലെ, എവിടെ ബിയാസ് കുണ്ടിൽ നിന്നാണോ, രക്ഷാസ്ഥലിൽ നിന്നാണോ, അമർകണ്ടക്കിൽ നിന്നാണോ എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് നോക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ 2020 ഇന്ത്യൻ ജോഗ്രഫിയുടെ മൊത്തം 30 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ അത്യാവശ്യം. ഇപ്പോൾ KS-ന് ചോദിച്ചതാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഒരു ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചിട്ട് പോയിരുന്ന വ്യക്തിക്ക് എഴുതാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ടോപ്പിക് ഓഫ് ക്യാൻസർ, അതൊക്കെ പണ്ട് തൊട്ടേ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ടോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടി പോകുന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ളതാണ്. പക്ഷേ റിവേഴ്സിലാണ് നമുക്ക് എന്താണ് പഠിക്കേണ്ടത്, ഇവിടെ ഏതൊക്കെയാണ് ഇതിൻ്റെ ഒറിജിനും, ഏതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറീസ് എന്നുള്ളതും, ഏതൊക്കെയാണ് ഹിമാലയൻ റിവേഴ്സ് എന്നുള്ളതും, ഏതൊക്കെയാണ് പെൻസുലർ റിവേഴ്സ് എന്നുള്ളതും ഒക്കെ നോക്കണം. കാര്യം കണ്ടല്ലോ, ഇന്ത്യൻ ജോഗ്രഫിയിൽ നന്നായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.